ഒറ്റ ക്ലിക്കിൽ ഉംറ വിസകൾ ലഭിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതിവേഗത്തിൽ ഉംറക്കായും ഹജ്ജിനായും ആളുകൾക്ക് മക്കയിലേക്കും മദീനയിലേക്കും എത്താവുന്ന കാലം കൂടിയാണ്. എന്നാൽ ഇങ്ങനെ എത്തുന്ന തീർത്ഥാടകരെ ചൂഷണം ചെയ്യുകയാണ് ഒരു വിഭാഗം. മക്കയെയും മദീനയെയും കുറിച്ച അവരുടെ അജ്ഞത മുതലെടുത്താണ് ഈ ചൂഷണങ്ങൾ നടക്കുന്നത്. അതേക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇസ്ലാം മതവിശ്വാസികൾക്ക് പുണ്യകരമായ രണ്ടിടങ്ങളാണ് മക്കയും മദീനയും. പഴയ ത്യാഗങ്ങളുടെ കഥകളൊന്നും കേൾക്കേണ്ടതില്ലാത്തതാണ് പുതിയ കാലത്തെ മക്ക മദീന യാത്രകൾ. അനേകം വിമാനങ്ങൾ, സീസൺ അനുസരിച്ച് നോക്കി ടിക്കറ്റ് കുറവുള്ള സമയത്തേക്ക് ടിക്കറ്റ് എടുത്തു വരാവുന്ന കാലം, ആരും കൂടെയില്ലെങ്കിലും ഏജൻസികളുടെ പോലും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഉംറക്കെത്തി തൊട്ടടുത്ത ദിവസങ്ങളിൽ തീർത്ഥാടകർ മടങ്ങിപ്പോകുന്ന കാലം കൂടിയാണിത്. പക്ഷെ പ്രായമായവർക്കും മക്ക മദീനയെക്കുറിച്ച് മുൻധാരണയില്ലാത്തവർക്കും വേണ്ടിയാണ് ഈ മുന്നറിയിപ്പ്. അവരെ തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന ഒറ്റപ്പെട്ട ചില ട്രാവൽസുകളെ കുറിച്ച്, ചില ഏജന്റുമാരെ കുറിച്ച്. അമ്മയും എൻ്റെ ഒരു മോളും അവിടെ തന്നെയാണുള്ളത്. ഞങ്ങൾ ഏയാൾ പോയാൽ പിന്നെ 4 ആളാണ് വന്നിട്ടുള്ളൂ, ബാക്കി 2 ആൾ അവിടെ തന്നെ. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 160ഓളം ആളുകളെ ഇവിടുന്ന് ഇയാൾ ഉംറക്ക് കൊണ്ടുപോവുകയും ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇവിടെ വെച്ചിട്ട് വിസൻ്റെ പ്രിൻ്റ് എടുക്കാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ല. പിന്നെ അതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്വീപ്പായത്. അപ്പോൾ ഒരു ദിവസം ഭക്ഷണത്തിന് പ്രശ്നം വന്നത്. പിന്നെ ഇയാൾ അവിടുന്ന് എന്ത് പറഞ്ഞു, എനിക്ക് മക്ക വരെ പോകണമെന്ന് പറഞ്ഞ അയാൾ പോയിട്ട് അവിടുന്ന് നേരെ വന്ന അയാൾ ഇവിടെയാണ് പൊങ്ങിയത്. ഇന്നലെ രാത്രി ഉച്ചക്ക് വെച്ച ചോറ് രാത്രി തിരക്കായിട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. 9 മണിക്ക് ബസ് കയറിയത്. എന്നിട്ട് രാത്രിയുടെ 12 മണിയാവണം എത്തോളും. പച്ചവെള്ളം വരെ വെള്ളം തന്നിന് കുപ്പിയിട്ട വേറെ ഒരു മുതൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല. നാട്ടിൽ നിന്ന് ഇത്ര പൈസയാണ് 69 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അതിന് 100 റിയാൽ ആദ്യം. കഴിഞ്ഞയാഴ്ചയിലെ വാർത്തയാണിത്. മക്കയിലേക്ക് ഉംറക്കായി തീർത്ഥാടകരെ കൊണ്ടുവന്ന മംഗലാപുരത്തെ മുഹമ്മദിയ ഹജ്ജ് ഉംറ ഏജൻസിക്കെതിരെയാണ് തീർത്ഥാടകരുടെ പരാതി. ഒപ്പം അതിന്റെ ഉടമയെന്ന് കരുതുന്ന അഷ്റഫ് സക്കാഫിക്കെതിരെ. ഇതൊരു വ്യക്തിക്കെതിരായ പരാതിയല്ല. മനോഹരമായ ഉംറ പാക്കേജുകൾ ഒരുക്കുന്നതിനിടെ ഇത്തരം പുഴുക്കുത്തുകൾ ഇതാദ്യവുമല്ല. ഇതേ ഏജൻസി മുമ്പും തീർത്ഥാടകരെ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. നമ്മളെ ഉംറക്ക് വെച്ച് കൂട്ടിക്കൊടുന്ന് മക്ക സിയാറത്ത് ചെയ്ത് മദീനയിൽ കൊടുന്നുകാണ്ട് നമ്മളെ വിട്ടുകാണ്ട് അമീർ പൈസ ഒക്കെ എടുത്തുകാണ്ട് മുങ്ങി. നമുക്ക് ടിക്കറ്റും ആക്കിയില്ല, ഒന്നും ആക്കിയില്ല, ചോറും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ അറവയ്യിൽ വിട്ടുപോയി. സൗജന്യമായി ലഭിക്കുന്നതാണ് മക്കയിലെ സംസം വെള്ളം. സാധാരണ വെള്ളത്തിന്റെ ബോട്ടിലിന്റെ വിലക്ക് അത് സൗദിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ലഭിക്കും. എയർപോർട്ട് വഴി കൊണ്ടുപോകുമ്പോൾ ലീക്കാകാതിരിക്കാൻ പാക്കേജിന് വേണ്ടി ഒറ്റക്ക് കൊണ്ടുപോകുന്നവർ 20 റിയാലിനടുത്ത് പ്രത്യേകം തുക മുടക്കണമെന്ന് മാത്രം. ഇതിന്റെ പേരിൽ ഓരോരുത്തരിൽ നിന്നായി ഈ ഗ്രൂപ്പ് ശേഖരിച്ചത് 150 റിയാൽ വരെയാണ്. എന്നുവെച്ചാൽ 3500ഓളം രൂപ. ഇത്തരമൊരു ചീറ്റിങ്ങിന് വിധേയമാക്കി എന്നതിനേക്കാൾ അപ്പുറം അവരിൽ നിന്ന് അറിയാൻ സാധ്യമായത് ഇന്ത്യൻ മണിയിലേക്ക് റിയാല് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്ത ഏകദേശം 2.5 ലക്ഷം രൂപയോളം അദ്ദേഹം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പുറമെ സംസമിന് എന്ന് പറഞ്ഞുകൊണ്ട് 100 മുതൽ 150 വരെ റിയാല് പലരിൽ നിന്നും അദ്ദേഹം കൈപ്പറ്റിയതായിട്ടൊക്കെ അറിഞ്ഞു. ഞങ്ങൾക്ക് 70,000 രൂപ അല്ലാത്ത ഞങ്ങൾ സംസമിന് വാങ്ങി 100 രൂപ സൗദി റിയാൽ വാങ്ങി 5 ലക്ഷം രൂപ പൈസ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ടിക്കറ്റ് ആക്കാൻ. അപ്പോൾ എന്തിനു പിന്നെ എന്താക്കുന്നത്, ഇപ്പോൾ എല്ലാം ഗാബരിയായി. അപ്പോൾ ഞാൻ പോയിട്ട് ഇതേ പരപ്പൻ്റെ റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപ ഞാൻ തരുന്നത് എങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾക്ക് സെക്യൂരിറ്റി എന്ത് 70,000 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ കൂട്ടിയിട്ട് പോയിക്കൊണ്ടില്ല റിട്ടേൺ. ഇപ്പോൾ 5 ലക്ഷം ഞങ്ങൾ തരിക്കുന്നു, സെക്യൂരിറ്റി എന്ത്? തീർത്ഥാടകരുടെ ഈ പണം കൊണ്ടും ടിക്കറ്റ് പണം കൊണ്ടും അഷ്റഫ് സക്കാഫി നാട്ടിലേക്ക് മുങ്ങി. ഇതാദ്യത്തെ സംഭവമല്ല. മുമ്പും സമാന സംഭവങ്ങൾ മക്കയിലും മദീനയിലും നടന്നിട്ടുണ്ട്. ഇതിലെ ഒന്നാമത്തെ പ്രതി തീർത്ഥാടകരാണ്. ഹജ്ജും ഉംറയുമെല്ലാം ദൈവത്തിലേക്കുള്ള യാത്രയാണ്. അതിനെത്തുന്നവർ നയിക്കുന്ന മൗലവിക്കും ഉസ്താദിനും ഗൈഡിനുമെതിരെ മിണ്ടില്ല എന്ന ധൈര്യം തന്നെയാണ് ഈ ചൂഷണത്തിന് പ്രധാനപ്പെട്ട കാരണം. മറ്റുള്ള ഉംറ ഗ്രൂപ്പിന് കൂടെ ഇത് ബുദ്ധിമുട്ടും തലവേദന സൃഷ്ടിക്കുന്നതാണ്. നാട്ടിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തമില്ലാതെ ആളുകളെ പണമായിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഉംറ വിസയിലും കൊണ്ടുവരികയും അവരിന്ന് പണം അടക്കം ചൂഷണം ചെയ്യും. അതായത്
ഭാഷ പോലും പരിചയമില്ലാത്ത ആളുകളാണ് ഇതിൽ ബുദ്ധിമുട്ടുന്നത്. ഇവിടെ പരിചയമുള്ള ആളുകൾ വളരെ റയറായിട്ട് ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഭാഷ സംബന്ധമായിട്ടും മറ്റു കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണത്. സേവനം മോശമായാലും മലയാളി തീർത്ഥാടകർ പരാതി നൽകുന്ന കാര്യങ്ങളിൽ പിറകിലാണ്. ഉംറയല്ലേ ഹജ്ജല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കും. തെറ്റിനും ചൂഷണത്തിനുമെതിരെ സംസാരിക്കേണ്ടവനാണ് വിശ്വാസി എന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നതും ഇതിനാലാണ്. മക്ക മദീന ഹറമിന്റെ എല്ലാ ഭാഗത്തും ഹജ്ജ് ഉംറ സേവനത്തിനായുള്ള സൗദി മന്ത്രാലയത്തിന്റെയും നുസൂക്കിന്റെയും കൗണ്ടറുകളുണ്ട്. അവിടെ മലയാളം അറിയാത്തവർക്ക് വിവർത്തനത്തിന് സംവിധാനമുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ നിരവധി ഭാഷകളിൽ സഹായികളുമുണ്ട്. അവിടെയുള്ള ഒറ്റ പരാതി മതി പ്രതികളെ പൂട്ടാൻ. ഒപ്പം വിസ ഇഷ്യൂ ചെയ്ത ഏജൻസി ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറുകയും ചെയ്യും. അത് ചെയ്യാതിരിക്കുന്നതാണ് ഇവർക്ക് വളമാകുന്നത്. ഇനി ഹജ്ജ് ഉംറ മന്ത്രാലയ കൗണ്ടറിൽ നിന്നും പെട്ടെന്ന് പരിഹാരമുണ്ടായില്ലെന്ന് കരുതുക. പോലീസിനെ വിളിക്കാം. 911 അല്ലെങ്കിൽ 999 എന്ന നമ്പറിൽ വിളിച്ചാൽ പോലീസ് ഉടനടി എത്തും. പണം തട്ടിയതാണെങ്കിൽ കേസ് രജിസ്റ്റർ ആകും. തീർത്ഥാടകർ മടങ്ങിപ്പോയാലും പ്രതി രണ്ടാമത് സൗദിയിലേക്ക് പ്രവേശിക്കുന്നതോടെ പിടിയിലാകും. ഇതൊന്നും ചെയ്യാത്തതാണ് തട്ടിപ്പിന് വീണ്ടും വളമാകുന്നത്. മക്കയിൽ നിരവധി സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവരുടെ സഹായവും ഇതിനായി തേടാം. ചിലവ് കുറഞ്ഞ ഉംറ, ഫ്രീ ഉംറ എന്നൊക്കെ കേൾക്കുമ്പോൾ ചാടി പുറപ്പെടുന്നവരാണ് മലയാളികൾ. അതിൽ തന്നെ തട്ടിപ്പുണ്ട്. ചിലവ് കുറഞ്ഞ ഉംറ എന്ന് പറഞ്ഞ് തീർത്ഥാടകരെ എത്തിക്കുന്നത് പലപ്പോഴും ദമാം എയർപോർട്ടിലേക്കാണ്. ജിദ്ദ വിമാനത്താവളമാണ് മക്കയിലേക്കുള്ള എയർപോർട്ട്. ദമാമിൽ നിന്നും ബസ് മാർഗം ഏതാണ്ട് നിർത്തിയൊക്കെ പോകുന്ന ഒരു ബസ് 20 മണിക്കൂറെങ്കിലും എടുക്കും മക്കയിലെത്താൻ. പ്രായമേറിയവർ ഈ യാത്ര കഴിയുന്നതോടെ അവശരാകും. ഏറെ കായികാധ്വാനം വേണ്ടതാണ് ഉംറ. ആലസ്യത്തിലോ ക്ഷീണത്തിലോ ചെയ്തു തീർക്കേണ്ടതല്ല അത്. ഈ ബോധ്യം വരുന്ന തീർത്ഥാടകനും ഉണ്ടാകണം. ഈ ഹാജിമാരെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി കുറഞ്ഞ വിമാന ടിക്കറ്റിന് ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ ഈ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ്, ഉംറ ഗ്രൂപ്പുകൾ നടത്തുന്നത്. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുക അംഗീകൃത ഏജൻസി മുഖേന വരിക എന്നുള്ളതാണ്. അതുപോലെ ഈ അംഗീകൃത ഏജൻസി മുഖേന വരുമ്പോൾ ഉണ്ടായ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ മക്കയെ പറ്റിയും മദീനയെ പറ്റിയും അറിയുകയും ഇവിടുത്തെ അവശ്യ സ്ഥലങ്ങൾക്ക് ഹാജിമാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മറ്റുള്ള മരണം ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവർക്കറിയും. ഹജ്ജിനും സമാന സ്ഥിതി ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ തന്നെ അനേകം മികച്ച സർവീസ് നടത്തുന്ന ഉംറ ഏജൻസികളുണ്ട്. ഫ്രീ എന്നും കുറഞ്ഞ ചിലവെന്നും കേട്ട് ചാടിപ്പുറപ്പെടുമ്പോൾ എവിടെയാണ് താമസം, ഏത് വിമാനത്താവളം വഴിയാണ് യാത്ര, ഫീസ് എങ്ങനെയാണ് എന്നതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം. നാട്ടിൽ നിന്നും പോരുന്നവർ രൂപ റിയാലാക്കി നാട്ടിൽ തന്നെ മാറ്റുന്നതാണ് ഉചിതം. ജിദ്ദ വിമാനത്താവളം വഴിയും മദീന വഴിയും അല്ലാത്ത എല്ലാ യാത്രകളും ഏറെ പ്രയാസകരമേറിയതാണ്. പ്രായമേറിയ മാതാപിതാക്കളെ പറഞ്ഞയക്കുന്നവർ അവരെ ഒറ്റയ്ക്ക് വിട്ടുകൂടാ. മക്കളെ പോറ്റിയവർക്ക് അവർക്ക് വയ്യാത്ത കാലത്ത് മാതാപിതാക്കളെ കൂടി പോറ്റാനാകണം. മക്ക മദീനയിലെ സാമൂഹ്യ പ്രവർത്തകർ ഓർമ്മപ്പെടുത്തുന്നതും അതാണ്. ഇതുപോലത്തെ വലിയ സംഗതി ഉണ്ടാകുമ്പോഴാണ് ഇതൊരു ഇഷ്യൂസായി ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫാമിലികളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട്. സിമ്പിളായിട്ട് അവർ ബസ് സർവീസിനും ട്രെയിനിനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല, അവർക്കും ഇതൊന്നും വിഷയമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇതറിയപ്പെടുന്നില്ല. കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് മക്കയിലേക്കും മക്കയിൽ നിന്ന് എയർപോർട്ടിലേക്കും ബസ് സർവീസും ട്രെയിൻ സർവീസും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ സർവീസ് ഓൺലൈനിൽ കൂടി കയറിയാൽ ഹോട്ടൽ സർവീസും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മളെ ആളുകൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. കുറേ അത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് അറിയപ്പെടുന്നില്ല. അത് മാക്സിമം യൂസ് ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക. ഹജ്ജിനോ ഉംറക്കോ വന്നാൽ അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അത് സൗദി ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതുമാണ്. വന്നു കയറുന്ന ഹോട്ടലിൽ വൃത്തിയില്ലാതിരിക്കുക, ഭക്ഷണം മോശമാവുക, മോശം പെരുമാറ്റത്തിന് വിധേയമാവുക, പറഞ്ഞ സേവനം ലഭ്യമാകാതിരിക്കുക എന്നിവയെല്ലാം ഗുരുതരമായ കുറ്റങ്ങളാണ്. സൗദിയിൽ കനത്ത പിഴയും ശിക്ഷയും ഇതിനുണ്ട്. നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഓരോ രൂപക്കും വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. പരാതിപ്പെടാൻ ധൈര്യവും കാണിക്കുക. ഇനി സൗദിയിലെ നിയമം കൂടി അറിയണം. ഗ്രൂപ്പുകൾക്ക് കീഴിൽ ഹജ്ജിനോ ഉംറക്കോ എത്തിയ തീർത്ഥാടകൻ കൃത്യസമയത്ത് മടങ്ങിപ്പോയെന്ന് ഉറപ്പാക്കേണ്ടത് ഹജ്ജ് ഉംറ കമ്പനികളുടെ ബാധ്യതയാണ്.
അത് വ്യക്തികളുടെ ബാധ്യതയല്ല. അതായത് നിങ്ങൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിലും അവർ ടിക്കറ്റ് എടുത്ത് നിങ്ങളെ യാത്രയാക്കിയിരിക്കും. ഇല്ലെങ്കിൽ പിഴ വീഴുക ആ ഏജൻസിക്കാണ്. അതുകൊണ്ട് ടിക്കറ്റില്ലാതെ പെട്ടാൽ ടിക്കറ്റ് ലഭിക്കും വരെ എയർപോർട്ടിൽ നിന്നും മടങ്ങരുത്. വിമാനത്താവളത്തിലെ കൗണ്ടറിൽ ബഹളമായാൽ പോലീസും മന്ത്രാലയങ്ങളും ഇടപെടും. പിന്നീട് ആ ഏജൻസിക്ക് ഉംറ വിസകളോ ഹജ്ജ് വിസകളോ അനുവദിക്കില്ല. തട്ടിപ്പുകാർക്കെതിരെ പരാതി നൽകുകയും വേണം. ഉംറക്ക് കൊണ്ടുവന്നവരുടെ ഫോൺ നമ്പറോ ഫോട്ടോയോ ഒപ്പം നൽകിയാൽ പോലീസിനും മന്ത്രാലയത്തിനും കാര്യം എളുപ്പമാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കെ ആദ്യമേ പണം കൊടുത്തിട്ടും വീണ്ടും കരഞ്ഞ് ബന്ധുക്കളെ കൊണ്ടും സാമൂഹ്യ പ്രവർത്തകരെ കൊണ്ടും വ്യക്തിപരമായും ടിക്കറ്റ് എടുത്തു മടങ്ങിയാൽ തട്ടിപ്പുകാർ അടുത്ത ഇരകൾക്കായി കാത്തിരിക്കും. അതുകൊണ്ട് തട്ടിപ്പിന് വിധേയമാകുന്ന സാഹചര്യങ്ങളിൽ ഹജ്ജ് ഉംറ മന്ത്രാലയത്തിലോ പോലീസിലോ പരാതി നൽകിയേ മടങ്ങാവൂ. അണിയുന്ന ഇഹ്റാമിൽ കറ പുരട്ടാൻ നിന്നുകൊടുക്കുന്നവരായി വിശ്വാസികൾ മാറരുത്. പുണ്യഭൂമിയെ തട്ടിപ്പുകാരിൽ നിന്നും സംരക്ഷിക്കാൻ വിശ്വാസികൾക്കും ബാധ്യതയുണ്ട്.